കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ചിന്തിക്കുകയാണെങ്കിൽ കന്നി അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരിയും കൂടി ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് 6 ഭാവം സ്വന്തമാണ്. 6-ാം ഭാവത്തിൽ രാഹു അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നു. 7-ൽ ശനി നിൽക്കുന്നുണ്ട്. അത് കണ്ടക ശനിയായിട്ടുള്ള ദോഷമാണ്. അത് ശനിക്കുള്ള പരിഹാരം ശാസ്താവിൽ നെയ്വിളക്ക്, നീരാഞ്ജനം എന്നിവ നടത്തുക. മാസത്തിൽ പറ്റുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കറുത്ത പട്ട്, എള്ള് പായസം, നീരാഞ്ജനം, നെയ്വിളക്ക് എല്ലാം കൂടിയായ സുഭിക്ഷമായി എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ കന്നിക്കൂറുകാരുടെ കാരകനാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഭ്രംശമെല്ലാം ആവശ്യമാണെങ്കിൽ, ഇഷ്ടസ്ഥാനത്തേക്ക് സ്ഥാനഭ്രംശം ആവശ്യമാണെങ്കിൽ ഉണ്ടാകും. അർഹതപ്പെട്ട സ്ഥാനമാനം പദവികൾ കിട്ടാൻ കിട്ടാനുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കിട്ടാൻ വൈകി കിടക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള യോഗങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. വാഹന യോഗം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. വാഹന യോഗമുണ്ട്. അത് ആഡംബര വാഹനമായാലും ശരി, ആദ്യമായി വാങ്ങിക്കുന്ന വാഹനമായാലും ശരി, സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും ശരി, ഒന്നിലധികം വാഹനമാകാനുള്ള യോഗങ്ങളെല്ലാം ഉണ്ട് കന്നിക്കൂറുകാർക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും കളത്ര യോഗവും സന്താന യോഗവും വിവാഹ യോഗം കഴിഞ്ഞിട്ട് സന്താന യോഗം പറയും. വിവാഹ യോഗവും സന്താന യോഗം, കളത്ര യോഗം പറഞ്ഞാൽ വിവാഹം, സന്താന യോഗം പറഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള യോഗങ്ങളെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കടബാധ്യതകളെല്ലാം കുറച്ച് നീണ്ടു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബുദ്ധിശക്തി കൂടി വരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് പലവിധ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഭാഗ്യകടാക്ഷം തെളിഞ്ഞ് കാണുന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം തെളിഞ്ഞ് കാണും എന്നുള്ളത് തന്നെ പറയുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കുവാനായിട്ടാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം നടത്തണം, തീർച്ചയായും നടത്തേ മതിയാവുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട. ശാസ്താവിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പൂർണ്ണാദി പറഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ടുള്ള എള്ള് പായസം, കറുത്ത പട്ട് ദക്ഷിണയോടുകൂടി വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അയ്യപ്പ സ്വസ്ത്രം മറ്റുള്ളത് 10 മിനിറ്റ് അവിടെ ജപിച്ച് നെയ്വിളക്കും നീരാഞ്ജന വഴിപാടും നടത്തി ദീപാരാധന തുടരുന്നതും വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കും. ധൃതി പിടിച്ച് പോയിട്ട് പെട്ടെന്ന് തൊഴിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല. ക്ഷേത്ര ദർശനത്തെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ക്ഷേത്ര ദർശനം പലർക്കും അറിയാത്ത ഒരു പ്രവണതകളൊക്കെ പറയുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് നല്ല ഉചിതപരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം എന്ന് തന്നെ പറയാം. സൂര്യചാരവശാൽ തന്നെ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബുധൻ്റെ ഇഷ്ടസ്ഥിതിയും ശുക്രൻ്റെ ഇഷ്ടസ്ഥിതിയും എല്ലാം, രാഹുവിൻ്റെ ഇഷ്ടസ്ഥിതിയും എല്ലാം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും തൊഴിലഭിവൃദ്ധിയും എല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി മേഖലകളിൽ, മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ മെഡിസിൻ സംബന്ധമായിട്ടുള്ളതല്ല, ഹോസ്പിറ്റലേഷൻ, അതായത് ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും മെഡിസിൻ സയൻസ് സംബന്ധമായിട്ടുള്ള ഗവേഷണം സംബന്ധമായിട്ടുള്ളതിലെല്ലാം വളരെ ഇതാണ്ട്. മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവർക്കും ഇരുമ്പ് സംബന്ധമായിട്ടും ടെക്നീഷ്യൻ സംബന്ധമായിട്ടും മോട്ടോർ മെഷീൻ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറേ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാൽ അതിനാണ് ഞാൻ ശനിക്ക് പരിഹാരം ചെയ്യാവുന്നത്. ശനി ലോക സംബന്ധമായിട്ടുള്ളതും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതും ഇരുമ്പ് സംബന്ധമായിട്ടുള്ളതും മെഷീൻ്റെ സംബന്ധമായിട്ടുള്ള ലോകത്തിൻ്റെ കാരകത്വമുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അങ്ങനെയുള്ളത് കാരണം കൊണ്ട് പറയുകയാണ്. അതേസമയം സയൻസ് സംബന്ധമായിട്ട് വിഷയത്തിലാണെങ്കിൽ രാഹു അതിൻ്റെ ആളാണ്. അത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗവേഷണ സംബന്ധമായിട്ടും IT സംബന്ധമായിട്ടും മൊബൈൽ വർക്ക് സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വസ്ത്ര മേഖലകളിൽ നല്ല ഈ കന്നിരാശിക്കാർക്ക് ഇഷ്ടംമാതിരി വസ്ത്രം കിട്ടുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ കാണുന്നുണ്ട്. ജൂലൈ മാസത്തിലാണോ ഇനി അതിൻ്റെ ഓണത്തിന് ഇനിയുണ്ട്. ഇഷ്ടംമാതിരി വസ്ത്രം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാതാവിനും പിതാവിനും ഐശ്വര്യ അഭിവൃദ്ധിയും വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുബന്ധങ്ങൾ നല്ല ഉചിതപരമായിട്ട് കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സിനെ പറ്റി, പുതിയ ചിന്തകളെ പറ്റി ചിന്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സഹോദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കുക. ഒരുപാട് കൂടുതലായിട്ട് ആരും സ്നേഹിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. സ്നേഹം അളവിനെ പാടുകയുള്ളൂ. അത് പിന്നീട് ബുദ്ധിമുട്ടായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായിട്ട് കലഹത്തിനും മറ്റുള്ള കാരണങ്ങളൊന്നും യാതൊരു സാധ്യതയും കാണുന്നില്ല. ബന്ധുസ്നേഹം ഉണ്ടാവും എന്നാണ് പറയാം. ബന്ധുസ്ഥാനം കരസ്ഥമാക്കുമെന്നാണ് പറയാം. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ടോപ്പായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. കാരണം സിനിമാ കാരകനായിട്ടുള്ള ശുക്രൻ
9-ൽ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് പൊതുവെ ജൂലൈ മാസത്തിൽ വളരെ ഉചിതപരമായിട്ടുള്ള ഫലം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. നമസ്കാരം.